വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഒരാൾ നാളുകൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ നമ്മിലുണ്ടാകുന്ന മനോഭാവം എന്തായിരിക്കും? പിതാവിൻ്റെ സ്വത്തിൽ തനിക്ക് ലഭിക്കേണ്ടതെല്ലാം സ്വന്തമാക്കി വീട് വിട്ടുപോയ ഒരുവൻ നാളുകൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ അവൻ്റെ പിതാവിലും അവൻ്റെ സഹോദരനിലും ഉണ്ടായ പ്രതികരണത്തെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു ഉപമയാണ് ലൂക്കോസ് 15:11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. മകൻ്റെ മടങ്ങിവരവ് പിതാവിനെ സന്തോഷിപ്പിച്ചു. പിതാവ് പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, കാണാതെ പോയിരുന്നു, ഇപ്പോൾ മടങ്ങി വന്നതുകൊണ്ട് നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം. 15:32. സഹോദരൻ്റെ മടങ്ങിവരവിൽ മൂത്ത സഹോദരൻ ചിന്തിച്ചത്, അവൻ എന്തിനു മടങ്ങി വന്നു? ഇനിയും അപ്പനിൽ നിന്ന് സ്വത്ത് തട്ടിയെടുക്കുവാനാണോ? അപ്പൻ്റെ കയ്യിൽ ശേഷിച്ചിരിക്കുന്നത് എനിക്കുള്ളതല്ലേ? അവൻ കോപിച്ച് വീട്ടിനുള്ളിൽ കടക്കാതെ പുറത്ത് നിന്നു. 15:28. നമ്മിൽ പലർക്കും ഈ മൂത്തപുത്രൻ്റെ സ്വഭാവമുണ്ട്. അവ എന്ത് എന്ന് നമുക്ക് നോക്കാം. 1. ഇളയ സഹോദരനുണ്ടായ മാനസാന്തര അനുഭവം മനസ്സിലാക്കാത്ത മൂത്ത സഹോദരൻ. വയലിൽ നിന്നും വന്ന മൂത്ത സഹോദരൻ കേൾക്കുന്നത് ഭവനത്തിലെ സന്തോഷ സ്വരങ്ങളാണ്. സന്തോഷത്തിൻ്റെ പാട്ടുകൾ, വലിയ സദ്യപറ്റം. ഇതിൻ്റെ കാരണം മനസ്സിലാക്കിയ മൂത്ത സഹോദരന് ഇളയ സഹോദരൻ്റെ മടങ്ങി വരവ് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. വീട് വിട്ടു പോയവനെ സഹോദരനായി കാണുവാൻ കഴിഞ്ഞില്ല. അപ്പനോട് പറയുന്നത്, നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ എന്ന. 15:30. എൻ്റെ സഹോദരൻ എന്ന് പറയാതെ നിന്റെ മകൻ എന്ന പറയുന്നത്. സഹോദരൻ്റെ മാനസാന്തരം മനസ്സിലാക്കാത്ത മൂത്ത സഹോദരൻ. മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ മാനസാന്തരപ്പെട്ടവരെ മനസ്സിലാവുകയുള്ളൂ. ഇന്ന് ഭക്തന്മാരെന്ന് അഭിമാനിച്ച് പുകഴുന്ന പലരും ഈ കഥയിലെ മൂത്തപുത്രനെ പോലെയാണ്. പാപജീവിതത്തിൽ നിന്നും മടങ്ങി വരുന്നവരെ ഉൾക്കൊള്ളുവാൻ ഇങ്ങനെയുള്ളവർ തയ്യാറാകുന്നില്ല. അപ്പനിലെ മാനസാന്തരത്തിൻ്റെ അനുഭവം മനസ്സിലാക്കാത്ത മാനസാന്തരപ്പെട്ടവരല്ലേ നമ്മിൽ പലരും. മാനസാന്തരപ്പെടുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. പാപിയുടെ മടങ്ങി വരവ് നമ്മിൽ ഉണ്ടാക്കുന്ന മനോഭാവം എന്ത്? നമുക്ക് സന്തോഷം ഉണ്ടാകുമോ? 2. അപ്പനോടൊപ്പം താമസിച്ചിരുന്നുവെങ്കിലും മൂത്തപുത്രൻ അപ്പനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. 29-ാം വാക്യത്തിൽ മൂത്ത മകൻ അപ്പനോട് പറയുന്നത് ഇപ്രകാരം ആണ്: ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. സ്വയം നീതീകരിക്കുന്ന മൂത്ത മകൻ. ഞാൻ അനീതി പ്രവൃത്തി ചെയ്യുന്നില്ല, വേശ്യമാരോടുകൂടി ജീവിതം പങ്കിടുന്നില്ല, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, നന്മ പ്രവർത്തിക്കുന്നുണ്ട്, നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ പുത്രനെ പോലെ സ്വയ സംതൃപ്തിയിൽ ജീവിക്കുന്ന ഭക്തന്മാരല്ലേ നാം? മൂത്തപുത്രൻ പറയുന്നത്, ഞാൻ നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിക്കാതിരുന്നിട്ടും എൻ്റെ ചങ്ങാതിമാരുമായി ആനന്ദിക്കേണ്ടതിന് ഒരു ആട്ടിൻകുട്ടിയെ പോലും തന്നിട്ടില്ല. 15:29. അങ്ങനെയെങ്കിൽ മൂത്തപുത്രൻ്റെ ഉള്ളിലെ ആഗ്രഹം ഇളയ പുത്രൻ്റേത് തന്നെയല്ലേ? ചങ്ങാതിമാരോട് സന്തോഷിക്കണം. പുറമെ എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവൻ്റെ അകത്തുള്ള ചിന്ത, ആട്ടിൻകുട്ടിയെ അറുത്ത് മാംസം പാകം ചെയ്ത് കൂട്ടുകാരോടുകൂടി സന്തോഷിക്കണം. അതിന് സദ്യവട്ടമായി മറ്റു പലതും ഉണ്ടാവുകയും വേണം. ഈ ഒരു ചിന്ത ഇന്ന് മിക്ക വിശ്വാസികളിലും ഉണ്ടല്ലോ. അങ്ങനെയുള്ളവർ ശരീരം കൊണ്ട് പാപം ചെയ്യുന്നില്ല, എന്നാൽ ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്നവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നുവെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും. എന്നാൽ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് എത്രയോ അകലെയാണ് നിൽക്കുന്നത്. ഇന്ന് നാം ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്നവരല്ലേ. 3. മറ്റുള്ളവരെ ആദരിക്കാതെ പുച്ഛത്തോടെ നോക്കി കാണുന്ന മൂത്ത മകൻ. ഇളയ സഹോദരനെ കുറിച്ച് പറയുന്നത്, വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ നിന്റെ മകൻ എന്ന. സഹോദരനെ സഹോദരനായി പോലും കാണുവാൻ സാധിക്കാത്ത സഹോദരൻ. ഈ പ്രസ്താവനയിൽ കൂടി സഹോദരനോട് മാത്രമല്ല, പിതാവിനോട് പോലുമുള്ള പുച്ഛം, അനിഷ്ടം ആണ് വ്യക്തമാകുന്നത്. ക്രിപ്ലിംഗ് എന്ന എഴുത്തുകാരൻ പറയുന്നത്, ഇളയ സഹോദരൻ വീട് വിട്ടു പോകുവാനുള്ള കാരണം മൂത്ത സഹോദരൻ്റെ ഈ മനോഭാവം കൊണ്ടായിരിക്കും എന്ന്.
ഇന്ന് നമ്മിൽ പലരും മറ്റുള്ളവരെക്കുറിച്ച് പുച്ഛമായി സംസാരിക്കാറില്ലേ? പിതാവിനോട് മത്സരിക്കാറില്ലേ? നമ്മുടെ സ്വഭാവം മൂലം പലരും കുടുംബത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ലേ? പിതാവ് അപേക്ഷിച്ചിട്ടും അകത്ത് കടക്കുവാൻ മനസ്സില്ലാതെ പുറത്ത് നിന്ന് പുത്തനെ പോലെയല്ലേ നമ്മിൽ പലരും? അങ്ങനെയെങ്കിൽ ഒരിക്കലും അകത്ത് കടപ്പാൻ കഴിയാതെ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. മറ്റുള്ളവരുടെ ദയയും മനസ്സലിവും കാണിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അകത്ത് കയറുവാനും സ്വർഗീയ സന്തോഷം അനുഭവിപ്പാനും കഴിയും. കർത്താവേ, യഥാർത്ഥ അനുതാപവും മനസാന്തരവും നൽകി എന്നെയും സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആമേൻ. പ്രഭു നിഷ്കളങ്കമായി നടപ്പാൻ മഹാപാതകരഹിതനക തിരുകൃപ ചൊരിയണമേ, എന്നെ തിരുകൃപ നടത്തണമേ. സ്വമേധ പാപം പൊക്കി അടിയനെ കാക്കണമേ. വീണ്ടെടുത്തവനേ, എന്റെ പാതയുമായുള്ളവേ, വാക്കുകളും ധ്യാനവും അങ്ങേക്കു പ്രീതിയവാ.